ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ട വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടി ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കരു എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മഞ്ഞക്കരു വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പതുക്കെ പൊട്ടാതെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു വെള്ളപ്പാർട്ട് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. മഞ്ഞക്കരു ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു വെള്ളപ്പാർട്ട് പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചെടുക്കണം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. മൈദ വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാവും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കടലപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. മൈദമാവ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഡാപ്പൊടി കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബജിമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ ഇത് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു 1/4 കപ്പ് വെള്ളം വരെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മാവ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സവോള മതി കേട്ടോ. ഇതിൽ ഫില്ലിങ് ഒരല്പം മാത്രം മതി. അതുകൊണ്ട് ഒരു കുഞ്ഞ് സവോള എടുത്തിട്ട് ഇതുപോലെ വയറ്റി മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു മഞ്ഞക്കരു നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു മഞ്ഞക്കരു നന്നായിട്ട് തന്നെ ഉടച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങനീര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാവിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ഒക്കെ ഇവിടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ കുറച്ചായി എടുത്ത് ഉരുട്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ഹോളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നിവിടെ ഞാൻ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാനിവിടെ മുഴുവൻ മുട്ടയും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട മുഴുവനായിട്ടും മാവിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഫ്രൈ ആയിട്ട് വരുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് എണ്ണയിലേക്ക് കോരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ള ഈ മാവൊക്കെ കയ്യിലോണ്ട് ഇടുമ്പോൾ ഒരുപാട് അതും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫോർക്കോ സ്പൂണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ മുഴുവനായിട്ടും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി ഇതുപോലുള്ള ഈസി ആൻഡ് വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്